നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ കവചം മാറ്റിയെന്നതിന് തെളിവുകൾ പലതും പുറത്തു വന്നിട്ടും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ സ്വർണ്ണ തട്ടിപ്പുകാർ പുറത്തുവരുമെന്ന് കരുതുന്ന നിഷ്കളങ്ക് ഇപ്പോഴുമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരനിലേക്ക് മാത്രം അന്വേഷണം കൊണ്ടുപോയി നിർത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വ്യക്തം. 5 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന അനുമാനങ്ങൾ വന്നിട്ടും അതിലേക്ക് അന്വേഷണവുമില്ല, തെളിവെടുപ്പുമില്ല. നാട് നീളെ നടന്ന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുമായി പണം പിരിച്ചവർക്കെതിരെ ഒരു FIR പോലും ആയിട്ടില്ല. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് അകമഴിഞ്ഞ് പിന്തുണ കൊടുത്തവർ വാ മൂടിയിരിക്കുന്നു. സന്നിധാനത്തെ സ്വർണം കട്ടവരെ രക്ഷിക്കാനോ ഇപ്പോഴത്തെ അന്വേഷണം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ റെജി ലൂക്കോ, ശ്രീ അനിൽ വിളയിൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം ഇങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒന്നും പുറത്തു വരില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ കള്ളന്മാരെ, മോഷണം നടത്തിയവരെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത്? വളരെ സിമ്പിളാണ്. ശബരിമലയിൽ സംഭവിച്ചത് മോഷണമാണ്, കളവാണ്, തെഫ്റ്റാണ്, തിരുട്ടാണ്, അപഹരണമാണ്, ചോരിയാണ്. എന്ത് ഭാഷയെ പറഞ്ഞാലും ശബരിമല അയ്യപ്പന് വേണ്ടി വിജയമല്യ ഭക്തിയോടുകൂടി സമർപ്പിച്ച സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വേറൊരു ചോദ്യത്തിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകരുത്. കാര്യം ആ ചോദ്യങ്ങൾ പറഞ്ഞ് ദേവസ്വം ബോർഡ് ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓർക്കുക, ഇതിൽ ഏറ്റവും അഭിനന്ദനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി, 2 ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾക്കാണ്. കാരണം ഹൈക്കോടതി എഴുതുമ്പം പോലും ഗോൾഡ് ക്ലാഡഡ് / ഗോൾഡ് പ്ലേറ്റഡ് എന്ന് എഴുതുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താ അറിയാമോ, ഈ CPM ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവർ എന്ത് പറയുന്നറിയാമോ? ഗോൾഡ് പ്ലേറ്റഡ് ആണോ, ഗോൾഡ് ക്ലാഡഡ് ആണോ, ചെമ്പാണോ, സ്വർണമാണോ, അന്വേഷിക്കണം, സമഗ്ര അന്വേഷണം വേണം. ഒരു സമഗ്ര അന്വേഷണം വേണ്ട, കള്ളത്തരമാണ് നടന്നത്. രാഹുൽ, കോടതി പറഞ്ഞ ഒരു കാര്യം കൂടി, കോടതി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഈ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് അഴിച്ചു മാറ്റി വെച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കോടതിക്ക് ബോധ്യമാണ്, കോടതിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 2 സെറ്റ് ഉണ്ട് ദ്വാരപാലക കവചം എന്നും പറയുമ്പോൾ കോടതിക്ക് അറിയാം ഒരു സെറ്റ് എവിടെയോ ഉണ്ട്, അത് യഥാർത്ഥത്തിൽ തങ്കം പൊതിഞ്ഞവ തന്നെയാണെന്ന്. അതാണ് കണ്ടെടുക്കേണ്ടത്. തങ്കം പൊതിഞ്ഞതും ആയ ചെമ്പ് പാളികൾ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് പാളികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് യഥാർത്ഥത്തിൽ ഇന്ന് ഒറ്റ ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. അത് വിറ്റോ, അത് ആർക്കെങ്കിലും ഇവർ എടുത്തു കൊടുത്ത് അങ്ങനെ വിറ്റോ, ബാക്കി എവിടെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവച്ചോ? എന്തായാലും ഒറ്റ കാര്യം കൂടെ, എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ കള്ളത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തെളിയുന്നത്? കാര്യം ദേവസ്വം ബോർഡ് വ്യാജരേഖ ഉണ്ടാക്കി. ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം കൂടെ നോക്കണം. വ്യാജരേഖ ഉണ്ടാക്കി, ചെമ്പെന്ന് എഴുതിയ വ്യാജരേഖ ഉണ്ടാക്കി. ഇതിനെ അൺയൂഷ്വൽ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പ്രഥമ ദൃഷ്ട്യാ വിളിച്ചിരിക്കുന്നത്. ഇത് ക്രിമിനൽ കോൺസ്പിറസിയുടെ തെളിവാണെന്ന് വരും കാലഘട്ടങ്ങളിൽ വരും. അതായത് ദേവസ്വം ബോർഡിലെ ചില ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുകൂടി ഒത്തുകളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്ന സാധനം ചെമ്പാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെമ്പെന്ന് എഴുതി വെച്ച് വ്യാജരേഖ ഉണ്ടാക്കി. അപ്പം കളവ് നടന്നു, വ്യാജരേഖകൾ നടന്നു, യഥാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ തെരുവിൽ തല്ലുകൊള്ളുക, ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയായിരുന്നു. ഇന്ത്യയിലും വിദേശത്തും അടക്കം ശബരിമലയ്ക്ക് വേണ്ടി മഹാപ്രക്ഷോഭങ്ങൾ നടന്നിരുന്ന 2019 അതിനെ എല്ലാം മറയാക്കി ദേവസ്വം ബോർഡ് ഇരിക്കുന്നവർ അയ്യപ്പന്റെ സ്വത്ത് കക്കുകയായിരുന്നു, മോട്ടിക്കുകയായിരുന്നു. പേര് പറയുന്നതിലും ബുദ്ധിമുട്ടില്ല. 2019 ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇവരാണ് പ്രാഥമിക ഉത്തരവാദികൾ. പിന്നെ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സന്നിധാനത്ത് എത്തിച്ചവർ 2025 സെപ്റ്റംബറിൽ, കഴിഞ്ഞ മാസം 2019 ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ, തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല, 2019 ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരുടെ അനുമതിയും അറിവും കൂടി ഇല്ലാതെ ഇത് സംഭവിക്കില്ല. കാര്യം വ്യാജരേഖ വരെ ഉണ്ടാക്കി. ഇനി നമ്മൾ ഹിന്ദുക്കൾ, അയ്യപ്പ വിശ്വാസികൾ, മലയാളികൾ, മനുഷ്യർ അറിയേണ്ടത് പകൽ വെളിച്ചത്തിൽ കൊള്ള നടന്നിരിക്കുന്നു. ഇനി എന്ത് ആക്ഷൻ എടുക്കാൻ പോകണമെന്നുള്ളതാണ്. അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒന്നും നടക്കുകയില്ല. ഒരു ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ അന്വേഷണം മാത്രമല്ലേ ആവുകയുള്ളൂ. ദേവസ്വം വിജിലൻസിനെ കൊണ്ട് എന്ത് കണ്ടെത്താനാണ്? ഇതുവരെ ഹൈക്കോടതി പറഞ്ഞ ആ കാര്യം അല്ലല്ല, ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടോ ഈ പറയുന്ന ആ തങ്കം പൊതിഞ്ഞ സ്വർണ്ണ കവചം, ഇതുവരെ കണ്ടെത്തുവാൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല.
അത് കണ്ടെത്തുകയില്ല. ഒന്നെങ്കിൽ CBI അന്വേഷണം, അല്ലെങ്കിൽ കോർട്ട് മോണിറ്റേഡ് പ്രോബ്, തേർഡ് പാർട്ടി ഏജൻസിയുടെ പ്രോബ് തീർച്ചയായിട്ടും വേണം. കാര്യം കള്ളത്തരം പകൽ പോലെ വ്യക്തമായി. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയണം. അദ്ദേഹം അടക്കമുള്ളവർ നിലപാട് പറഞ്ഞിട്ടില്ല. ആ നിലപാട് എന്താണെന്ന് അറിയണം. ആദരണീയരായ NSS SNDP, ഞങ്ങൾക്കെല്ലാം നമ്മുടെ ആദരണീയരായ ഗുരുകാരണ സ്ഥാനത്തുള്ള ആൾക്കാരാണ്. അവരടക്കം നിലപാട് പറയണം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങികൾ നടന്നിട്ടുള്ളതാണ്. ഇനി മഞ്ജുഷ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ തന്നെ മഞ്ജുഷിന്റെ ചർച്ചകളിൽ ആദ്യ ദിവസമൊക്കെ വന്നപ്പം വളരെ മിതമായ നിലപാടാണ് എടുത്തത്. കാര്യം അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു വീഴ്ച എന്തെങ്കിലും ഉണ്ടായതായിരിക്കും, എറർ ഉണ്ടായതായിരിക്കും. ഇത് വീഴ്ചയല്ല, തീവെട്ടിക്കൊള്ള നടന്നിരിക്കുകയാണ്, മോഷണം നടന്നിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വത്ത് കട്ടു, അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് കട്ടു, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു. അതിനവർ അനുഭവിക്കണം, അനുഭവിച്ചേ പോകൂ. ശരി, ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ പോലെയൊന്നും അല്ല കേട്ടോ, അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല. 5 കിലോ എന്നുള്ളത് ഒരു അനുമാനമാണ്. അതായത് ആ കവചത്തിൽ 2 ദ്വാരപാലകരുടെയും കവചം എന്ന് പറയുന്നത് ഒന്നിൽ 2.5 കിലോ സ്വർണം, മറ്റൊന്നിൽ 2.5 കിലോ സ്വർണം. ഇത് വിദഗ്ധരായ ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 99-ൽ ഇത് നേരിട്ട് കണ്ടവർ, അതിൽ വിദഗ്ധർ, ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഈ 2019-ലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പറയുന്നത് വികലമായ ന്യായങ്ങളാണ്. അന്വേഷണം നടക്കട്ടെ എന്നൊക്കെയാണ് പത്മകുമാർ പറയുന്നത്. എന്ത് അന്വേഷണം ഇപ്പോൾ നടക്കുന്ന? ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമോ? ശരി, ശ്രീ റജി. അല്ല മഞ്ജുഷ, ഇവിടെ 1998-ലാണ് വിജയമല്യ ഈ സ്വർണം അവിടെ സമർപ്പിക്കുന്നത്. അതിന്റെ ഏകദേശ സത്യാവസ്ഥകൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് ചെമ്പായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അന്ന് അത് കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം വിജിലൻസ് പിന്നെ ശബരിമല കമ്മീഷണർ, അവിടുത്തെ ബോർഡ്, മെമ്പേഴ്സ്, അവിടുത്തെ മേൽശാന്തി എല്ലാം കൂടി അംഗീകരിച്ചിട്ടാണല്ലോ ഇത് അവിടെ ഈ ക്ലാഡ് ചെയ്ത സ്വർണം ആ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞതും അതുപോലെ തന്നെ സ്വർണം പൂശിയതും. അതിലൊന്നും ഒരു തർക്കമില്ല, അതിലൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതല്ലാന്ന് അവിടുന്ന് 2019-ലാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഈ പോറ്റിയുടെ ബന്ധവുമായിട്ടുള്ള കഥകൾ പുറത്തു വരുന്നത്. ഇൻ ബിറ്റ്വീൻ അവിടെ 2013-ൽ ഈ സ്വർണമായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അത് വാർത്താമാധ്യമങ്ങളിലൂടെ അന്ന് പ്രസിദ്ധീകരിച്ചതും പിന്നെ നമ്മുടെ ക്രിക്കറ്റർ ശ്രീശാന്ത് അവിടെ തൊഴുന്നൊരു ചിത്രത്തിൽ അവിടെ വെളിയിൽ വന്നതൊക്കെ സ്വർണമാണെന്ന് അനുമാനിക്കുന്നു. 2018-19 ഒക്കെ സ്വർണമായിരുന്നു. 2018-19 ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശബരിമലയിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് അവരെ ന്യായീകരിക്കത്തില്ല. രാഷ്ട്രീയം പോലും ഞാൻ നോക്കത്തില്ല. അത് മഞ്ജുഷ് വ്യക്തമായിട്ട് എന്ന കാര്യം. അപ്പൊ ഈ 2000 വാദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ 2013-നും 2019-നും ഇടയ്ക്ക് ആയിരിക്കണം ഈ തിരുമറി എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ആരാണ്, ഏത് ഭരണസമിതി ഇരുന്നപ്പോഴാണ്? അക്കാലത്ത് മേൽശാന്തി ഏതായിരുന്നു? എന്തായാലും ഈ മേൽശാന്തിക്ക് പാവങ്ങളാ, അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ അവരറിയാതെ കൊണ്ട് ഈ പിന്നെ ശ്രീകോവിൽ തുറക്കാൻ പറ്റത്തില്ല. അവരാണല്ലോ പൂജയ്ക്ക് വേണ്ടി തുറക്കം അടയ്ക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ആരായിരുന്നു അന്വേഷണം നടക്കുന്നു. തീർച്ചയായിട്ടും അത് കണ്ടെത്തിയിരിക്കണം. തന്നെയുമല്ല അന്നത്തെ ഈ 2019-ലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പത്മകുമാർ, ബോർഡ് മെമ്പേഴ്സ്, ഇവരെല്ലാരും ഉള്ള കാലത്താണ് ഇത് നടന്നതാണ് പറയുന്നതെങ്കിൽ അവരും അന്വേഷണത്തിന് പരിധി വരണം. അത് അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് ചെമ്പായിരുന്നു എന്നാണ്. തന്നെയുമല്ല ഈ പോറ്റിക്ക് ഇത് കൈമാറുന്നതിന് മുമ്പായിട്ട് അവിടെ ശബരിമലയിലെ പിന്നെ ക്ലാഡ് ചെയ്ത സ്വർണത്തിന് പകരം അത് ചെമ്പാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഗോൾഡ് ക്ലാഡഡ് എന്ന് തന്നെയാണ്. അത് ആഭരണമാണ്. അതാണ് ഈ 5 കിലോയോളം വന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് എത്രയാണ്? 407 ഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് 51 പവൻ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറയുകയും ചെയ്തു അത്രയേ ഉള്ളൂ എന്ന്. അന്ന് അങ്ങനെ ആയിരുന്നില്ല, 625 പവനായിരുന്നു എന്നാണ്. അല്ല, തീർച്ചയായിട്ടും PS പ്രശാന്തിന്റെ നിലപാട് അഭിനന്ദനീയമാണ്. കാരണം അവര് ഈ പറയുന്ന പോറ്റിയുടെ ഇത് കൊടുത്തുവിട്ടില്ല, ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കൊടുത്തിട്ടാണ് കൊടുത്തുവിട്ടത്. അതൊക്കെ കൃത്യമായ കാര്യങ്ങൾ. ഇപ്പോഴത്തെ PS പ്രശാന്തിനെ അഭിനന്ദിക്കാനൊന്നും പറ്റില്ല. PS പ്രശാന്ത് ഒക്കെ ഇതിനകത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ പോറ്റിക്ക് എന്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തത്? അദ്ദേഹം പറയുകയാണ് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല, ഞങ്ങൾ കൊടുക്കുകയായിരുന്നു എന്ന്. എന്തിനാണ് ഒരു ഇടനിലക്കാരൻ? അതുമാത്രമല്ല, ഇതിനകത്ത് ഗ്യാരണ്ടി കാർഡ് പോറ്റിയുടെ പേരിലായിരുന്നു അത്രേ. ഹൈക്കോടതി പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് തിരിച്ചെത്തിച്ചത്. അല്ലെങ്കിൽ വീണ്ടും പോറ്റിയുടെ കയ്യിൽ ഒരു 1.5 മാസം ഇരുന്നേനെ. എന്നിട്ട് ലോകം മുഴുവൻ അയ്യപ്പ ഭക്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പണം പിരിച്ചേനെ. അല്ല മഞ്ജുഷ, പോറ്റി ഒരു ഇടനിലക്കാരനാണെന്നും
അവിടെ എന്തൊക്കെയോ നടന്നിട്ടുള്ള ഇനിയിപ്പം ആർക്കും തർക്കമൊന്നുമില്ല. അത് ഇനിയിപ്പോ ന്യായീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണ്ടംപേഷം കിട്ടതിന് തുല്യ. അതിലൊന്നും ഇവിടെ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളതിലേക്കും വ്യത്യാസമായ ഒരു കാര്യമുണ്ട്. അതായത് സർക്കാരിന്റെ നല്ല ഉദ്ദേശശുദ്ധിയെ തകർക്കാൻ വേണ്ടി ഒരു നാടകം ഇതിനകത്ത് നടത്തുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അയ്യപ്പ സംഗമത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് കസ്റ്റഡിയിലിരുന്ന പീഠത്തിന്റെ കസ്റ്റഡിയിലിരുന്ന ആള് തന്നെ പറയുന്നത് പരാതി കൊടുത്തു, അത് കാണാനില്ലെന്ന് പറഞ്ഞു. ഇവിടെ അതല്ല വിഷയം. ഇവിടെ വേറൊരു വിഷയമുണ്ട്. ശബരിമലയെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ്. വിശ്വാസനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഭക്തരുടെയും അല്ലാത്തവരുടെയും ഒരു സംഗമ ഭൂമിയാണ്. കാരണം അങ്ങനെയുള്ള ഒരു യോജിപ്പുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു അപൂർവങ്ങൾ മാത്രം. ഞാൻ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും കൗതുകം കൊണ്ട് അതിന്റെ സ്ട്രക്ചർ കൊണ്ടൊക്കെ കാണുന്നതിന് വേണ്ടി ഞാൻ സന്ദർശിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിന്റെ പൗരാണിക അതിന്റെ സ്കൾപ്ചേഴ്സും എല്ലാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ശബരിമലയ്ക്ക് ഒരുപാട് യുണീക്നെസ് ഉണ്ട്. അത് ഒരു മുഴുവൻ ജനങ്ങളുടെ ആദരം നേടിയ, ലോകത്തിന്റെ ആദരം നേടിയ ഒരു സംഗമ ഭൂമിയാണ്. അവിടെ പാവപ്പെട്ട വിശ്വാസികൾ അർപ്പിക്കുന്ന കാണിക്ക 1 രൂപയായാലും 1 കോടി രൂപയായാലും എത്ര രൂപ വാട്ടർ മേ ബി അതൊക്കെ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആരെടുത്താലും അതിനോട് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്വേഷണങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഒരു കാരണവശാലും ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു തട്ടിപ്പും ഒരു മോഷണം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ജയിലിൽ അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ഗവൺമെന്റ് അതിന് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്. നമുക്ക് കാത്തിരിക്കാം. അനിൽ പിള്ളയിൽ അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. അനിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? എനിക്ക് അങ്ങനെ യാതൊരു പ്രതീക്ഷയുമില്ല. നമ്മൾ ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ ആൾക്കാരും റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും സമ്മതിച്ചൊരു കാര്യമാണ് ശബരിമലയിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നു എന്നുള്ളത് എല്ലാവരും പൊതുസമൂഹം അംഗീകരിച്ചു. ഈ പൊതുസമൂഹം അംഗീകരിച്ച സാഹചര്യത്തിൽ ഇതുവരെ ഒരു FIR ഇടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. ഇതെന്തിനാണ് താമസിപ്പിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വത്തിന്റെ വിജിലൻസ് വിളിച്ചു വരുത്തുന്നു. ഇന്നലെ നന്ദൻകോടുള്ള ദേവസ്വത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടുത്തെ AC റൂമിലിരുത്തി 4 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. ഈ 4 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന ഉറപ്പുവരുത്തുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇന്ന് അദ്ദേഹത്തിനെ 3 മണിക്കൂർ വിളിച്ചു വരുത്തുന്നു. 3 മണിക്കൂറിന് ശേഷം പുറത്തോട്ടിറങ്ങിയ അദ്ദേഹം മാധ്യമങ്ങളോട് കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ഉദ്യോഗസ്ഥ തട്ടിപ്പ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടോ മാത്രം ഇത് പോകില്ല. ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു കൊള്ളയാണ്. ആ രാഷ്ട്രീയ കൊള്ള പുറത്തു വരാതിരിക്കാൻ, അതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ, അതിന്റെ മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇതിനകത്ത് പ്രതികളായ വ്യക്തികൾക്ക് വന്ന് പകൽ പോലെ വിളിച്ച സത്യമാണ്. കാരണം AC റൂമിലിരുത്തി ചോദ്യം ചെയ്യുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു കള്ളനെ ആ കള്ളന്റെ വീട്ടിലിരുത്തി ചോദ്യം ചെയ്യാറുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയല്ലേ ചോദ്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കള്ളന്മാരുടെ തട്ടിപ്പുകാരുടെ കേന്ദ്രമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെ AC റൂമിൽ ഇരുത്തിക്കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ്. പിന്നെ ജുഡീഷ്യൽ അന്വേഷണവും. ആ സമയത്ത് മറ്റൊരു അന്വേഷണത്തിലേക്ക്, പോലീസ് അന്വേഷണത്തിൽ പോകാൻ കഴിയുമോ ഇല്ലയോ? ഇനി ഹൈക്കോടതിക്ക് മുന്നിൽ അടുത്ത ദിവസം സ്വാഭാവികമായിട്ടും ഈ കേസ് വരുമല്ലോ. അപ്പോഴേക്കല്ലേ പറ്റുകയുള്ളൂ അത്? അല്ലല്ലല്ല. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും CRPC-ലായിക്കൊള്ളട്ടെ, IPC-ലായിക്കൊള്ളട്ടെ, ഒരു മോഷണത്തിനെ പറ്റി അറിവ് ലഭിക്കുമ്പോൾ ഒരു കേസ് ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇന്ത്യയിലെ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം വിജിലൻസിനോട് ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള കാരണത്താൽ ക്രൈം ഇടുന്നതിനൊന്നും തടസ്സമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് രാഷ്ട്രീയമായ ഡീലിങ്സ് ഉറപ്പിക്കാൻ വേണ്ടി, രാഷ്ട്രീയമായിട്ടുള്ള സമയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവർക്കെതിരെ ആയി പോകും. കാരണം 2019 ഭരണസമിതി ഉത്തരം പറയേണ്ടി വരും, ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ പോറ്റിയിൽ നിന്ന് ഒന്നും വീഴരുത് വായിൽ നിന്ന്. അല്ല, പോറ്റിയെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ദേവസ്വം ആസ്ഥാനത്തിരുത്തിക്കൊണ്ട് പോറ്റി എപ്രകാരമൊക്കെയാണ് നാളെ മാധ്യമങ്ങളോടും പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ അവരോടോ CBI അന്വേഷിക്കുകയാണെങ്കിൽ അവരോടോ എങ്ങനെയൊക്കെ പറയണം, ഇതിനകത്തുനിന്ന് രാഷ്ട്രീയ മുതലാളിമാരെ എപ്രകാരം രക്ഷിക്കാം എന്നുള്ളതിന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് കുട്ടികളെ തയ്യാറാക്കുന്നത് പോലെയുള്ള കോച്ചിങ് നടക്കുകയാണ്. 2019 കടകംപള്ളി സുരേന്ദ്രന്, അതേപോലെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാർ, അന്നത്തെ ദേവസ്വം കമ്മീഷണർ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ് എനിക്ക് പേര് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് N വാസു, ഇവരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം തുടങ്ങുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, 2019 എന്ന് പറയുന്ന കാലയളവ് കോവിഡിന്റെയും പ്രളയത്തിന്റെയും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെയും പരമ്പരകളുടെ കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് തുടങ്ങിയത്.
ഈ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ ദേവസ്വം എന്ന് പറയുന്ന കുടുംബത്തിന്റെ നാഥനാണെന്ന് കരുതുക. ആ കുടുംബത്തിന്റെ ദൈനംദിനമായ കാര്യങ്ങൾ നോക്കുന്ന കാര്യസ്ഥൻ എന്ന് പറയുന്ന ദേവസ്വം കമ്മീഷണറായ വാസു ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ പത്മകുമാർ മാറിക്കഴിഞ്ഞപ്പോൾ, ഗൃഹനാഥനായ പത്മകുമാർ മാറുമ്പോൾ കാര്യസ്ഥനെ പിടിച്ച് ഗൃഹനാഥനാക്കുന്ന ഒരു പാരമ്പര്യം എങ്ങുമേ ഇല്ല. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം പത്മകുമാറിനെ എല്ലാവിധ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും വേണ്ടി കുടപിടിച്ചു കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആ നിയമത്തിന്റെ പഴുതുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത വാസുവിന് ഉപകാര സ്മരണാർത്ഥമാണ് പത്മകുമാർ മാറിയ സാഹചര്യത്തിൽ ഈ പ്രസിഡന്റ് പദവി നൽകിയത്. കടകംപള്ളി സുരേന്ദ്രനുണ്ട്, അതേപോലെ തന്നെ പത്മകുമാറുണ്ട്, അതേപോലെ തന്നെ വാസുവുണ്ട്. അക്കാലത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ കോക്കസ് ആണ് ഈ തട്ടിപ്പിന്റെ തുടക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുവിതാംകൂർ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ ഈ ശബരിമലയിലെ തട്ടിപ്പ് നടന്നു എന്ന് സമ്മതിക്കുമ്പോൾ ദേവസ്വം ബോർഡുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 75 വർഷമായി. ആ 75 വർഷമായതിന്റെ ഒരു ആഘോഷമായിട്ടാണല്ലോ പമ്പയിൽ ഇപ്പോൾ ആളില്ലാ സംഗമം നടത്തിയത്. ആ ആളില്ലാ സംഗമം നടത്തി കഴിഞ്ഞപ്പോഴാണ് ശബരിമല ഭഗവാന് ഇതൊക്കെ ഓരോ ദിവസവും തുറന്നു കാണിച്ചു കൊണ്ടുവരികയാണ്. ഈ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ അംഗങ്ങൾക്കൊന്നും ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. നിലവിലുള്ള ദേവസ്വം ബോർഡിലെ അംഗമായിട്ടുള്ള CPIയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് അജികുമാറും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അവിഹിത ബന്ധം ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു News 18ലും അതുമായി ബന്ധപ്പെട്ട രാവിലത്തെ ചർച്ചയിൽ പരാമർശമുണ്ടായി. എന്താണത്? കായംകുളമാണ് ശ്രീ അജികുമാറിന്റെ സ്വദേശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് SNDP ശാഖായോഗത്തിന്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ നടന്നു. എന്തായിരുന്നു ആ ഫംഗ്ഷന്? ആ ക്ഷേത്ര പരിധിയിൽ താമസിക്കുന്ന 2 വ്യക്തികൾക്ക് ബാംഗ്ലൂരിലെ 3 ഭക്തർ ചേർന്ന് 2 വീടുകൾ വെച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ പുറം വിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ 3 ഭക്തർ ആരാണ്? ഈ താക്കോൽദാനം നടത്തിയതാരാണ്? ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ശബരിമലയിലെ മണിയുമായി ബന്ധപ്പെട്ട വിവാദം വരുമ്പോൾ അയാൾ കോർഡിനേറ്റർ ആകുന്നു. ചെമ്പ് പാളിയുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ കീഴ്ശാന്തിയുടെ സഹായിയായി മാറുന്നു. ഇത് അല്ല ശ്രീ അനിൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തരുമായിട്ട് ചേർന്ന് ഇവിടെ കുറേയേറെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, അവരെ കൊണ്ട് വീടുകൾ സ്പോൺസർ ചെയ്യിക്കുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. ദേവസ്വം ബോർഡ് അംഗത്തിന്റെ നാട്ടിൽ തന്നെ അങ്ങനെ സംഭവം നടന്നു അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കായംകുളത്തിലെ ഉൾഗ്രാമത്തിലെ 3 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ തോന്നുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷേ ആ ഭക്തന്മാർ ആരൊക്കെയാണ്? അവർക്ക് അതിന്റെ സോഴ്സ് എന്താണ് ഈ പർട്ടിക്കുലർ പ്രദേശത്ത് വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്രകാരം ഒരു കാര്യം ചെയ്യേണ്ടത്? അതാണ് ഉപകാര സ്മരണ എന്ന് പറയുന്നത്. കാരണം ശ്രീ അജികുമാറിനെതിരെ CPIയിൽ പോലും അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CPIയുടെ ചെങ്ങറ സുരേന്ദ്രൻ ഗുരുവായൂർ ദേവസ്വം അംഗമായിരുന്ന കാലത്ത് അദ്ദേഹം അഴിമതി നടത്തിയെന്ന് അവരുടെ പാർട്ടി വേദികളിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. ഇതൊന്നും നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. കാരണം ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് ഉണ്ടായിട്ട് 75 വർഷക്കാലമായി. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ചില വ്യക്തികൾക്ക് ശേഷം ഈ ദേവസ്വം ബോർഡിനെ അതാത് കാലത്ത് ഭരിച്ചിട്ടുള്ളത് ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും നോമിനികളായിട്ടുള്ള ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയത്തിൽ നിന്ന് കാലുമാറി വന്നിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, ഈ ദേവസ്വം നിയമത്തിലെ പഴുതുകൾ ഇക്കാലയളവിൽ ഒരിക്കൽ പോലും നിയമസഭയിൽ അവതരിപ്പിച്ച ആ അമെന്റ്മെന്റുകളിൽ കൂടി ഈ ദേവസ്വം മാനുവലിലെയും ദേവസ്വം നിയമത്തിലെയും പഴുതുകൾ അടയ്ക്കാൻ എന്തേ ഇവർക്ക് സാധിച്ചില്ല? അത് സാധിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ നേരത്തെ താങ്കൾ പറഞ്ഞുവല്ലോ, ചോദ്യം ചെയ്ത് പഠിപ്പിച്ചു വിട്ടു എന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് ഇതൊക്കെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. അങ്ങനെ ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു, എനിക്ക് ബ്രേക്ക് തന്നു, ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു. അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ 1998 മുതൽ 2019 വരെ എന്ന് നമുക്ക് അനുമാനിക്കാം. അതുവരെ ഉണ്ടായിരുന്ന ആ യഥാർത്ഥ കവചമുണ്ടല്ലോ, തനി തങ്കത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകരുടെ കവചം,
അതുമായിട്ടാണോ ഈ പോറ്റി സഞ്ചാരം നടത്തിയത്, അതോ ഈ 2019 പുതിയതായി ചെമ്പുപാളികൾ ഉണ്ടാക്കി അതിൽ ഈ 397 ഗ്രാം പൂശി അതുമായിട്ടാണോ ജയറാമിൻ്റെയൊക്കെ വീട്ടിൽ പോയത്? ഇതിലും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ ഇതുവരെ. യഥാർത്ഥ സ്വർണ്ണ കവചമായിരുന്നോ അതോ രണ്ടാമതുണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നോ എന്നുള്ളതിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം 39 ദിവസം ഇയാളുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. ആ സമയത്ത് അത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള സമയം അത്യാവശ്യത്തിലുണ്ട്. പ്ലസ് ആ സമയത്ത് ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിച്ച് കാശും ഉണ്ടാക്കാം. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ കാണണം. തമിഴന്മാര് അവരുടെ സംസ്കാരത്തെയും അല്ലെങ്കിൽ നമ്മുടെ തെലുങ്കന്മാര് തിരുപ്പതിയും ഒക്കെ കാണുന്നത് പോലെ തമിഴന്മാര് ജല്ലിക്കെട്ടിനെ കാണുന്ന പോലെ നമ്മുടെ പൊതു പൈതൃകമാണ്. കോൺഗ്രസും BJPയും CPMും പാർട്ടി ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ശക്തമായി നിന്ന് കേരളത്തിൽ ജനിച്ച ദൈവമാണ് അയ്യപ്പൻ. അതായത് നമ്മുടെ നാടിന്റെ സഹ്യാദ്രിയുടെ അടക്കം ദൈവമാണ്. ആ അയ്യപ്പനെ സംരക്ഷിക്കാൻ മതസൗഹാർദ്ദത്തിന്റെ ദൈവമാണ് അയ്യപ്പൻ. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താനാണ് അയ്യപ്പൻ. ആ അയ്യപ്പന്റെ തിരുനടയിൽ നിന്ന് മോഷണം പോയിട്ട് ഈ പ്രതികരണം അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശക്തമായ പ്രതികരണം വേണം. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ, അവിടെ നിന്ന് മോഷണം നടന്നു. ഇനി രണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറയാൻ കാരണം ശബരിമലയെ ക്ലീനപ്പ് ചെയ്യുന്നതിൽ വലിയൊരു റോൾ വഹിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായ G. സുധാകരൻ സാറാണ്. G. സുധാകരൻ സാറിന്റെ കോൺട്രിബ്യൂഷൻ ഒരു കാരണവശാലും പറക്കാൻ കഴിയില്ല. ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, അയ്യപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി പക്ഷേ G. സുധാകരൻ സാർ ആയിരിക്കും. അദ്ദേഹത്തോട് ഒരുപാട് തവണ വ്യക്തിപരമായി അടികൂടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ പുള്ളി കറപ്റ്റ് ആണെന്ന് പുള്ളിയുടെ ശത്രുക്കൾ പോലും പറയില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള ഒരാൾ, കുമ്മനം ചേട്ടനെ പോലുള്ള ഭക്തൻ, എത്രയോ ദശാബ്ദങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശബരിമലയിൽ ചില കൊള്ളക്കാരുണ്ടെന്നും ആ കൊള്ളക്കാരെ പിടിക്കണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. അങ്ങനെ തിരിച്ചറിവിലേക്ക് വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പല ആൾക്കാരും പല കാലത്തും മുതലാക്കുന്നതിന് വേണ്ടി നമ്മുടെ അമ്പലങ്ങളെ ഉപയോഗിക്കും. എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ വരുന്നത്. കാര്യം അത്രമാത്രം അവിടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. 1248ഓളം വേറെ അമ്പലങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ളതിൽ 1100-ഓളം നിലനിർത്തുന്നത് ശബരിമലയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഏകദേശം 10,000 കോടി 8,000 മുതൽ 10,000 കോടി രൂപ വരെ എക്കണോമി തരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ശബരിമല. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഇവിടെ സ്പോൺസർ ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഒരു ആന്ധ്രാക്കാരൻ ഈ വാർത്ത കേട്ടാൽ സ്പോൺസർ ചെയ്യൂ? ശബരിമല നമ്മൾ ഈ ശ്രീനിവാസൻ പറയുന്ന പോലെ പാർട്ട് ടൈം ഭക്തരാണ്. നമ്മുടെ ചിന്താശ്രയ ശ്യാമളെ പറയുന്ന പോലെ നമ്മളൊക്കെ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്. നമ്മൾ മലയാളികളെ മോശമായി പറയില്ല, പക്ഷെ തമിഴന്മാര്, ആന്ധ്രാക്കാര്, തെലുങ്കന്മാര് അവർക്ക് ജെനുവിൻ ഭക്തരാണ്. അയ്യപ്പന്റെ തിരുനടയിൽ നീ സാധനം അടിച്ചു മാറ്റി അല്ലെങ്കിൽ തിരിട്ടുണ്ടായി എന്ന് കേട്ടാൽ നാളെ ആരെങ്കിലും ഇവിടെ സ്പോൺസർഷിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളും തരുമോ? അതുകൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ നിലപാട് വേണം, നടപടി വേണം. കാണുന്നില്ല ശ്രീ രാഹുൽ. ഇത് ന്യായീകരിക്കുവാനുള്ള ശ്രമം മാത്രമല്ലേ നടക്കുന്നുള്ളൂ? എല്ലാം സുതാര്യമാണെന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, എല്ലാം സുതാര്യമാണെന്ന് പറയുന്ന ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് എന്ത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കാനാണ്? ഞാൻ അതാ ഒരു കാര്യം കൂടെ പറയട്ടെ. അങ്ങനെയല്ല, കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണം. ന്യായീകരിക്കാനല്ല, രക്ഷിച്ചെടുക്കാനാ നോക്കുന്നത്. അതായത് ഈ ആരുടെങ്കിലും അറസ്റ്റ് ഉണ്ടായാൽ, പ്രത്യേകിച്ച് അത് CPMന്റെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ വർഷത്തിൽ CPMന് തിരിച്ചടിയാകും അടക്കമുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. മൂന്നാം തുടർഭരണം വരെ അവർ ആഗ്രഹിക്കുന്ന തുടർഭരണം വരെ അവതാളത്തിലാകും. കാര്യം ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനും നായർ ഈഴ വോട്ടുകൾ KPMSന്റെ അടക്കമുള്ള വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനുമാണല്ലോ അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പൊ CPMുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടു എന്ന് പറഞ്ഞാൽ അത് CPM എന്ന പാർട്ടിക്ക് കാലാകാലങ്ങളിൽ ചീത്തപ്പേരുണ്ടാവും. പക്ഷേ ആ കറേജ് CPMന്റെ ലീഡർഷിപ്പ് കാണിക്കണം. അതായത് കട്ടവന്റെ പ്രശ്നമാണല്ലോ, ബാക്കിയുള്ളവർ ഇത് അറിയുന്ന പോലും ഇല്ലല്ലോ. എത്രയോ നല്ല ഇപ്പൊ G. സുധാകരൻ ഇത് അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ റെജി ലൂക്കോസ് ഇത് അറിയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ വേറെ ഒരുപാട് പേരില്ലേ, അവരാരും ഇത് അറിയുന്നില്ലല്ലോ. അപ്പോ ആ കട്ടവരെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ നിലപാടെടുക്കണം, അറസ്റ്റ് ചെയ്യണം, ജയിലിലിടണം. ശരി, ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ഒരു ആർജവും ഉണ്ടാകുമോ? ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ താങ്കൾ ദയവായി അഭിനന്ദിക്കരുതേ. അദ്ദേഹം നല്ലൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും അല്ല. വികലമായ ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയില്ലായിരുന്നു. അല്ല മഞ്ജുഷേ, ബഹുമാനപ്പെട്ട PS പ്രശാന്ത് ഏത് അന്വേഷണത്തിന് നേരിടാൻ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ? അത് എല്ലാവരും പറയുന്ന കാര്യമല്ലേ? ഏത് അന്വേഷണം നെഞ്ചു വിളിച്ച് നേരിടാമെന്നൊക്കെ ബഹുമാനപ്പെട്ട കോടതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുന്ന പ്രാഥമികമായിട്ട് ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ആ അന്വേഷണം പൂർത്തീകരിച്ച ശേഷം നമുക്കൊരു രാഷ്ട്രീയ നിലപാട് എടുത്താൽ പോരെ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ശബരിമലയെ കുറിച്ചുള്ള കുറെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊരിക്കലും ശ്ലാഘനീയമല്ല, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് പക്ഷേ ഏത് ഭരണസമിതിയുടെ കാലത്തായിരുന്നു ഇത് നടന്നത്? അതല്ലേ ആദ്യം കണ്ടുപിടിക്കണ്ടേ. കാരണം 1998-നും 2019-നും ഇടയിലുള്ള ഒരു കാലയളവുണ്ട്. അത് 2013
അവിടെ സ്വർണ്ണമാണെന്നുള്ള കുറെ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇൻ ബിറ്റ്വീൻ സാറേ ഒരു സെക്കൻഡ്, 2019 വരെയുള്ള വിഷ്വൽസ് ഉണ്ട് കേട്ടോ, അങ്ങ് കണ്ടു കാണില്ല. 2019 ഇതിന് 1-2 മാസം മുമ്പുള്ള വിഷ്വൽസ് 2019 മാർച്ച് വരെയുള്ളതുണ്ട്. അപ്പോഴൊക്കെ ആരായിരുന്നു ഭരണസമിതി എന്ന് അറിയാവുന്ന കാര്യമാണല്ലോ, ഇടതുപക്ഷത്തിന്റെ ആയിരുന്നു. ഞാൻ മാധ്യമങ്ങളിൽ വരുന്നത് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്കും ഇതിനോടൊരു വൈകാരികമായ അടുപ്പമുള്ള ഒരു മനസ്സുണ്ട്. കാരണം എന്റെയൊക്കെ വീട്ടിൽ വന്ന എല്ലാ വർഷങ്ങളും പലതവണ 2-3 വർഷം അടുപ്പിച്ച് വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചോദിച്ചാൽ ചെയ്തു കൊടുത്തവരാ ഞങ്ങളെ പോലുള്ള ഈ പാലയിലൂടെ ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ശബരിമലയോട് എല്ലാ മനുഷ്യർക്കുള്ള ഒരു വൈകാരികമായ ഒരു അടുപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ പച്ചച്ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടാണ്. ഞാൻ വളരെ സാധുത ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ യാത്രയിലാണ്, ഞാൻ യൂട്യൂബ് ഇട്ട് ലൈവായിട്ട് ഇത് കാണും. പക്ഷെ ഇവിടെ പ്രശ്നം ഈ ചർച്ച വരുന്നത് ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ അത് നമ്മളൊരു പ്രിജുഡീസ് ആയിട്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, അത് അസന്നിഗ്ധമായിട്ട് പറയാം. പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് പറഞ്ഞതെന്നുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കണം. അദ്ദേഹം വിശദീകരിച്ചേ പറ്റൂ. ഒരുപക്ഷെ തന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചനായിരിക്കാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം എന്താ പറയുക, ഒരു തെറ്റായി ചെയ്യുന്നതിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനകത്തൊരു സംശയം തിരുത്തണം. തെറ്റായ രീതിയിൽ അല്ല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. തെറ്റായി തന്നെ ചെയ്യുന്ന ആളാണെന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം എടുക്കാതെ, കാരണം അതിനുള്ള 2019 ഇങ്ങനെ ഓർഡർ എങ്ങനെ വന്നു സാർ? എങ്ങനെ വന്നു റെജി ലൂക്കോസ് ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ട്? കോടതിക്ക് പോലും ഇതുവരെ അത് ബോധ്യപ്പെട്ടിട്ടില്ല. എനിക്കറിയത്തില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം. ഞാനും ഈ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞല്ലോ, അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ്. അത് തന്നെയുമല്ല, ഈ പറയുന്ന ഈ ബ്രോക്കറെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന, ഈ അവതാരത്തിനെ പോലെ പ്രവർത്തിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ശബരിമലയിൽ താവളം ഉണ്ടായത്? അത് എന്നെ അത്ഭുതപ്പെടുത്തുക. കാരണം വെച്ചാൽ അവിടെ മേൽശാന്തിമാരുണ്ട്, അതിന്റെ ഭരണസഭ കമ്മീഷനുണ്ട്, അവിടുത്തെ അധികാരികളുണ്ട്, കീഴ്ശാന്തിമാരുണ്ട്, അവരെ പരിക്രമികൾ നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് ഈ പോറ്റി എന്ന് ഇതുപോലത്തെ ഒരു ശബരിമലയുടെ മൊത്തക്കച്ചവടക്കാരായെന്നുള്ള കാര്യം എനിക്ക് വല്ലാത്തൊരു ഇപ്പോഴും മൊത്തക്കച്ചവടക്കാരനായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഈ മെയ് മാസത്തിലെങ്ങാണ്ടാണ് ഈ പറയുന്ന, നേരത്തെ ഇവിടെ ശ്രീ അനിൽ പിള്ളയിൽ പറഞ്ഞുവല്ലോ, ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറിന്റെ വീടിന് തൊട്ടടുത്ത് ഈ വീടുകൾ സ്പോൺസർ ചെയ്യാൻ ബാംഗ്ലൂരിൽ നിന്ന് അയ്യപ്പ ഭക്തരെ എത്തിച്ചു. വീട് കൊടുക്കുന്നത് നല്ല കാര്യം, പക്ഷെ അവിടെയും ഇടനിലക്കാരനായിട്ട് ഈ പോറ്റിയുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ബന്ധമാണല്ലോ വലിയ വിവാദമായിട്ടുള്ളത്. ബാംഗ്ലൂരിലേക്കും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറേയേറെ സ്പോൺസർമാർ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു അയ്യപ്പ ഭക്തൻ, വിനീത് ജെയിൻ, അദ്ദേഹത്തിൻ്റെതായ ഒരു വ്ളോഗും അന്ന് 2019 ഇത് ഹൈദരാബാദിൽ കൊണ്ടുപോയി ചെമ്പുപാളികൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഈ ചെന്നൈയിലെ കമ്പനിയിൽ കൊടുത്ത് അവിടെ നിന്ന് സ്വർണം പൂശി എന്നൊക്കെ. ഏതോ ഒരു ദേവസ്വം ബോർഡ് മെമ്പർക്ക് സ്വപ്ന ദർശനമുണ്ടായി. 98 മല്യ ഇങ്ങനെ സ്വർണ്ണ കവചം വെച്ചത് അത് അയ്യപ്പന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് മാറ്റണം, അത് മാറ്റി സ്വർണം പൂശണം എന്നൊക്കെ ദിവ്യദർശനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാണ് ആ വിനീത് ജെയിൻ എന്ന അയ്യപ്പ ഭക്തൻ ഇട്ടിരുന്നത് അങ്ങനെ ബ്ലോഗ്. അതിനെപ്പറ്റി ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുമുണ്ട്. ഇതിനിടെയാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ കായംകുളത്ത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മെമ്പർ അജികുമാറിൻ്റെ വീടിനടുത്ത് വന്ന് സ്പോൺസർ ചെയ്യുന്നു. അജികുമാർ അതിൽ പങ്കാളിയാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു. കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ, ഫോട്ടോകളൊക്കെ വന്നു കഴിഞ്ഞതാണ് ശ്രീ റജി. ഇവിടെ അനിൽ പിള്ളയിൽ തന്നെ അത് പറഞ്ഞിരുന്നു. അല്ല, തീർച്ചയായിട്ടും ആ ഫോട്ടോസ് ഞാനും സോഷ്യൽ മീഡിയ കണ്ട. പക്ഷെ അതിലിപ്പോ അദ്ദേഹത്തിന് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള 2 പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് തയ്യാറായ ആര് വന്നാലും അതിപ്പോ നമ്മളായാലും പോലും അതിനെ സ്വാഗതം ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിനെ ആ ബോർഡ് വരെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നതിനോട് 1% പോലും യോജിക്കാൻ പറ്റില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തവരെ, ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആ മനുഷ്യനെ കണ്ടനാക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നും അതൊരിക്കലും ഇതുവരെ ഒരു ഈ അവതാരത്തെ തിരിച്ചറിയാൻ ഇവർക്കൊന്നും പറ്റിയില്ല എന്നാണോ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായിരിക്കുന്ന ആൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം അവിടെ വിലസം നടന്ന കാര്യമൊന്നും അറിയില്ല എന്നാണോ? അല്ല, ഇപ്പോഴത്തെ ബോർഡ് വന്നിട്ട് മാസങ്ങളല്ലേ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അജികുമാറിന്റെ പൂർത്തിയാവുകയാണ് അല്ലേ അനിൽ? ഇല്ല, അജികുമാറിന്റെ 2 വർഷമായി. പീരീഡൊക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ നമുക്കറിയാം. ആരാ എപ്പോഴാണ് അവിടെ വന്നതും ആരൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, വെറുതെ ചുമ്മാ സിമ്പിൾ ആയിട്ട് ആ കൂൾ അടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് ഈ സമീപകാലത്തെ എല്ലാവരും ഇടതുപക്ഷക്കാരാണ്. ഞാൻ പേര് പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അനന്തഗോപൻ, വാസു, പത്മകുമാർ, ഇവരൊക്കെ ആയിരുന്നുവല്ലോ കഴിഞ്ഞ 4 ടേം ഇരുന്നവർ. അതെ, ഞാൻ പറഞ്ഞ സഖാവ് അനന്തഗോപന് ശേഷമാണ് പത്മകുമാർ വരുന്നത്. ആ പീരീഡെല്ലാം നമുക്കറിയാം. അതൊക്കെ നിഷ്പ്രയാസം കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കാൻ സമയം കൊടുക്കൂ. എന്തായാലും പോറ്റി എന്ന് പറയുന്ന ഒരു ഷാഡി ക്യാരക്ടർ, അവനൊരു ഗജ ഫ്രോഡ് എന്നുള്ളൊരു കേരളം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ന്യായം പറഞ്ഞിട്ടും യാതൊരു രക്ഷയില്ല.
അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യം എനിക്ക് യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൽ ഒറ്റ കാര്യം, ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കണേ. ഈ പോറ്റി എന്ന പേരിന് മറ്റൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അയാളുടെ പേര് കാര്യം ബ്രാഹ്മണ സമുദായത്തിലെ പല ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് പോറ്റി എന്ന് പറയുന്ന ഒരുപാട് നല്ല മനുഷ്യർക്കുള്ള പേരാ. ആൾക്കാർ ഈ പ്രാസത്തിന് വേണ്ടി പോറ്റി അതാരെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കണേ, അതാണ് പുള്ളിയുടെ പേര്. അല്ല രാഹുൽ ഈശ്വരേ, സ്വാത്വികനായ കുറെ പോറ്റിമാരുടെ ഒക്കെ അയൽവാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് അതിനെ അറിയാതെയാണ് പോറ്റി എന്നോ. എനിക്കും അങ്ങ് പറഞ്ഞോട് യോജിപ്പുണ്ട്. ഇവനെയൊന്നും പോറ്റി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവനൊക്കെ അമ്പലവഴികളാണ്. അമ്പലവഴികൾ കേട്ടിട്ടില്ല, എന്താ തർക്ക കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് നടക്കുക. അതുകൊണ്ട് എനിക്ക് ഇവരെ കുറിച്ചൊക്കെ നല്ല അവബോധമുള്ള ആളാണ്. ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിലെ മേൽശാന്തി പയ്യന്നൂർക്കാരാണ്. പക്ഷെ അവിടുത്തെ പൂജ നടത്തുന്ന ആളുകളൊക്കെ എന്റെ വീടിനടുത്തുള്ള നമ്പൂതിരിമാരും പോറ്റുമാരൊക്കെയാണ്. അതുകൊണ്ട് അവരൊക്കെ ആയിട്ടൊക്കെ ചെറുപ്രായം പോലെ നമുക്ക് നല്ല ബന്ധമുണ്ട്. അവരൊക്കെ വളരെ സ്വാത്വികരാണ്. സ്വാത്വികർ മാത്രമല്ല, നല്ല പുരോഗമന ചിന്താധികാരോ. ശരി, ശ്രീ അനിൽ പിള്ളയിൽ, ഈ സമീപകാലത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ CPM സഹയാത്രികർക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം വരുന്നത്. ഇതിലൊരു ന്യായീകരണത്തിനും ഇട നൽകാൻ പറ്റാത്ത രീതിയിലാണ് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും. അതുപോലെ തന്നെ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പോലും അങ്ങനെയാണ്, പ്രതികരണത്തിനൊന്നും തയ്യാറാവുന്നില്ല. അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്തൊക്കെയോ പറയുന്നുണ്ട്, വികലമായ ന്യായങ്ങൾ. ഒരു തവണ പറയണതല്ല, പിന്നീട് പറയുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പിന്നെ പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്, എന്നിട്ട് സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭക്തിയെ, അവന്റെ ഓരോ നാണയത്തോട്ടിനെ ആരെങ്കിലും അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വിചാരിക്കണം. ഞാനൊരു അന്ധവിശ്വാസിയല്ല, ഞാൻ പരിപൂർണമായ ഒരു വിശ്വാസിയൊന്നുമല്ല. പക്ഷേ അതിനൊക്കെ മറുപടി ഈ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കേണ്ടി വരും. അത് നിയമത്തിന് മുമ്പിൽ കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതി ഇവരുടെ എല്ലാ ക്ലിപ്പിനും പിടിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. കാരണം ഞാനൊക്കെ ഓർമ്മ വെച്ച പോലെ ഈ അയ്യപ്പന്മാര് ശരി അനിൽ എന്തായാലും കോടതി ഇതുവരെ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ പുറത്തു വന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും തെളിവുകൾ നൽകുവാനായിട്ട് ഓരോരോ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സെന്തിൽനാഥനൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. 5 കിലോയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അല്ല, അതൊക്കെ എന്നോടാണ് ചോദ്യം. ഈ നടക്കുന്ന തട്ടിപ്പുകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവസ്വം എന്ന് പറയുന്ന സിസ്റ്റത്തിനുണ്ടായിട്ടുള്ള പാളിച്ചകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ, രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഞാൻ പോറ്റി എന്നുള്ള വാക്കങ്ങ് ഒഴിവാക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണന്, ശ്രീ പ്രശാന്ത്, ശ്രീ അനന്തഗോപന്, വാസു തുടങ്ങിയവരെ പറ്റിയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇതിനകത്ത് ദേവസ്വം എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പുഴുക്കുത്തുകളും ആ സിസ്റ്റത്തിന് കാലാനുസൃതമായി ഉണ്ടാവാതിരുന്ന പ്രശ്നങ്ങളും തന്നെയാണ് ഈ മോഷണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. ഉണ്ണികൃഷ്ണനെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് കീഴ്ശാന്തിയുടെ സഹായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കീഴ്ശാന്തി എന്നൊരു വാക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങളിൽ ഇല്ല. ഉൾക്കഴകം എന്നാണ് ആ വാക്കിന്റെ പ്രത്യേകതയുള്ള അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് തന്നെ. ഈ ഉൾക്കഴകത്തിന് സഹായി ഒന്നുമില്ല. ശബരിമലയിലെ ഓരോ മണ്ഡലകാലം ആരംഭിക്കുമ്പോഴും ദേവസ്വം ബോർഡ് പരസ്യം ചെയ്യും അവിടെ താൽക്കാലിക ജീവനക്കാരെ വേണം. ആ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോൾ PCC വേണം. കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള കളങ്കിത വ്യക്തിത്വങ്ങളല്ലാത്ത, ക്രിമിനൽ കേസുകളിൽ പ്രതികളല്ലാത്തവർക്ക് മാത്രമാണ് ശബരിമലയിലെ ഒരു ദിവസത്തെ ഡ്യൂട്ടി പോലും ചെയ്യാൻ ഒക്കുന്നതെന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനല്ലല്ലോ. അദ്ദേഹം അവിടെ കയറിപ്പറ്റി ഒരു ശാന്തിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ആ സിസ്റ്റത്തിനെയാണ് അയാൾ ചൂഷണം ചെയ്തത്. അയാൾക്കൊരു 5-6 ഭാഷകൾ അറിയാം. ഈ 5-6 ഭാഷകൾ അറിയാവുന്ന സാഹചര്യത്തിൽ അവിടെ മേൽശാന്തിമാരായിട്ടും അദ്ദേഹത്തിന്റെ സഹായികളായിട്ടും ഇരിക്കുന്ന നമ്പൂതിരിമാർക്ക് ഈ ഭാഷയുടെ പ്രശ്നമുള്ള കാരണത്താൽ അവരുടെയൊക്കെ ഇടനിലക്കാരനായി ഇയാൾ മാറി. അങ്ങനെ ഇടനിലക്കാരനായി മാറി ഇയാൾ വളർന്ന് ശബരിമലയിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായി മാറി. ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സിനെ പറ്റി നാളിതുവരെ മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെമ്പുപാളിയും സ്വർണ്ണപ്പാളിയും ഒക്കെ അഴിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു മഹസർ ഉണ്ട്. ആ മഹസറിന് പറയുന്ന പേര് സ്പോട്ട് മഹസർ എന്നാണ്. സ്പോട്ട് മഹസറിനകത്ത് സാക്ഷികളായി കൃത്യമായി ഒപ്പിടേണ്ട പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആരാണ്? ഒന്നാമത്തെ വ്യക്തി തിരുവാഭരണം കമ്മീഷണറാണ്. തിരുവാഭരണങ്ങളുടെയും ഇതിന്റെ എല്ലാം സ്വത്തുവകളുടെ പ്രധാനപ്പെട്ട കസ്റ്റോഡിയനാണ് തിരുവാഭരണം കമ്മീഷണർ. അദ്ദേഹം ആ മഹസറിൽ ഒപ്പിട്ടിട്ടില്ല. ഗോൾഡ് സ്മിത്ത്, ദേവസ്വത്തിന്റെ ഗോൾഡ് സ്മിത്ത് ഈ മഹസറിനകത്ത് ഒപ്പിട്ടിട്ടില്ല. അന്നേരം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട 2 വ്യക്തികൾ ഒപ്പിടാത്ത സ്പോട്ട് മഹസറിൽ കൂടെയാണ് ഈ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെമ്പാണോ കൊടുത്തത്, സ്വർണമാണോ കൊടുത്തത് എന്നുള്ളതിനെ പറ്റി തർക്കം ഇവിടെ ഉണ്ടാകുന്നത്.
ദേവസ്വം ബോർഡിലെ നിയമങ്ങളെ പറ്റി, അതിന്റെ പഴുതുകളെ പറ്റി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ഹൈക്കോടതി ഈ ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു എന്നുള്ള കാരണത്താൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വേണ്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഠിപ്പിക്കാൻ വേണ്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാക്കിയുള്ളവർക്ക് എതിരായ അഭിപ്രായങ്ങളും മൊഴികളും കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ് ആണ് ദേവസ്വം ബോർഡിന്റെ. അതുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പറയുന്നത് എനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ പറയാം, കാരണം ദേവസ്വം ബോർഡിന്റെ റെക്കോർഡിലും ചെമ്പുപാളികളാണ്. അതാണ് ഞാൻ പറയുന്നത്. സ്പോർട്ട് മഹസറിനകത്ത് തിരുവാഭരണം കമ്മീഷണർ ഒപ്പില്ല. ഗോൾഡ് സ്മിത്തിന്റെ ഒരു ലോഹത്തിന്റെ മൂല്യത്തിനെ പറ്റിയും അത് സ്വർണമാണോ ചെമ്പാണോ വെള്ളിയാണോ എന്ന് പറയാനുള്ള ആധികാരികത ഉള്ളത് ആ ഗോൾഡ് സ്മിത്തിനാണല്ലോ, അല്ലാതെ ദേവസ്വത്തിന്റെ പ്രസിഡന്റിനല്ലല്ലോ. ഗോൾഡ് സ്മിത്ത് ഒപ്പിട്ടിട്ടില്ല. ഇതൊക്കെ മനഃപൂർവ്വമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള, തിരുവാഭരണം കമ്മീഷണർക്ക് രക്ഷപ്പെടാനും ദേവസ്വത്തിൽ ഇത് കോടതിയിലേക്ക് ഇതിന്റെ ചാർജ് വരുമ്പോൾ ഈ മഹസർ തന്നെ പൊളിഞ്ഞു പോകുമെന്നും അതിൽ കൂടെ ഇവർക്കൊക്കെ രക്ഷപ്പെടാമെന്നും ഞാൻ ഒരു കാര്യം കൂടെ ഉന്നയിക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തണം. കാരണം അദ്ദേഹത്തിനെ ഇല്ലാതാക്കാനും ചില ശക്തികൾ ഉണ്ടാകാം. കാരണം അദ്ദേഹം ഇല്ലാതായാൽ ഈ കേസ് ഇല്ലാതായി മാറും. രാഷ്ട്രീയ തൊഴിലാളികൾക്ക്, ഇടതുപക്ഷത്തെ ഞാൻ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ വാസു, ശ്രീ പത്മകുമാർ തുടങ്ങിയിട്ടുള്ള സകല ദേവസ്വം ബോർഡിലെ മേധാവിമാർക്കും രക്ഷപ്പെടാനുള്ള അവസരമുണ്ടാകും. അതുകൊണ്ട് ഈ ട്യൂഷൻ പഠിപ്പിക്കുന്നതിനോട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട മതിയായ സംരക്ഷണം കൂടി ഒരുക്കി കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് ഇതോടുകൂടി അവസാനിക്കാനുള്ള സാഹചര്യമുണ്ട്. കേരളം അത്തരത്തിലുള്ള പല സംഭവങ്ങളും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പമ്പയിലെ അയ്യപ്പ സംഗമത്തില് പ്രബലമായിട്ടുള്ള 3 സമുദായങ്ങൾ പങ്കെടുത്തല്ലോ. NSSഉം SNDPയും KPMSുമാണ് അതിൽ പങ്കെടുത്തത്. അന്ന് ശ്രീ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ ഹിന്ദുക്കള് ഞങ്ങളോടൊപ്പമാണ്, അവര് പറയുന്നത് ഞങ്ങൾ കേൾക്കുമെന്നാണ് ശ്രീ ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞത്. ഇന്ന് അതേ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഔദ്യോഗിക മാസികയായ യോഗനാഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കാട്ട് കള്ളന്മാരാൽ നടത്തപ്പെടുന്ന കാട്ടുകള്ളന്മാരുടെ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഉടനടി ദേവസ്വത്തിനെ പിരിച്ചുവിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി അതേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് പൊതുസമൂഹം. ഇത്രയും നാള് അദ്ദേഹത്തിനെ പൂവിട്ട് വാഴ്ത്തിയവർ ഇന്ന് അദ്ദേഹത്തിനോട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് MV ജയരാജന്റെ ഒരു പ്രസ്താവനയുണ്ട്. ഇതൊക്കെ UDF-കാരുടെ കാലത്തെ തട്ടിപ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ മനസ്സിലായി UDF-കാരുടെ കാലത്തെ തട്ടിപ്പാണെന്ന് എങ്ങനെ ജയരാജന് മനസ്സിലായി? എനിക്കറിയില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ജയരാജൻ അപ്രകാരം പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. MV ജയരാജൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ UDF-കാരിലേക്ക് ഈ രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ടെത്തിച്ചുകൊണ്ട് LDF-ന്റെ മുതലാളിമാരെ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, CPIയുടെ, CPM-ന്റെ മുതലാളിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള മൊഴി പഠിപ്പിക്കലാണ് നന്ദൻകോട്ടെ ദേവസ്വത്തിന്റെ ആസ്ഥാനത്ത് നടക്കുന്നത്. കൃത്യമാണ്. അല്ലെങ്കിൽ അതിൽ വേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തിനെ ആ പദവിയിൽ ഇരുത്തിക്കൊണ്ട് ഈ അന്വേഷണം നടത്തരുത്. അതാണ് വേണ്ടത്. നേരത്തെ ശ്രീ മഞ്ജുഷ് നയിച്ച ഒരു ചർച്ചയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള. അതല്ല, കള്ളൻ കപ്പലിലല്ല, കള്ളനാണ് ഈ കപ്പിത്താൻ. പ്രശാന്ത് എന്ന് പറയുന്ന കള്ളൻ നയിക്കുന്ന ആ കപ്പലില് വിജിലൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വത്തിലെ തിരുവാഭരണം കമ്മീഷനും ഗോൾഡ് സ്മിത്തും ഉൾപ്പെടെയുള്ള കള്ളന്മാരുടെ ആ കപ്പലിന്റെ കപ്പിത്താനായി പ്രശാന്ത് ഇരിക്കുന്ന കാലത്തോളം ഇത് തെളിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവന് ഭീഷണിയുണ്ട്. അയാൾ സത്യം പറയുമെന്ന പേടി കാരണം അയാളെ ട്യൂഷൻ പഠിപ്പിക്കുകയാണ് ഈ AC റൂമിൽ ഇരുത്തിക്കൊണ്ട്. ലോകത്തെങ്ങും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം ഹൈക്കോടതിയെ മറയാക്കി ചെയ്യുന്നത് തന്ത്രപരമായിട്ടുള്ള സമീപനമാണ് എന്നുള്ളതാണ്. രാഹുൽ, ഈ പറയുന്ന പ്രശാന്ത് ഉണ്ടല്ലോ, ഈ പ്രശാന്തിന്റെയൊക്കെ അറിവോട് കൂടിയല്ലേ കഴിഞ്ഞ മാസം ഈ സ്വർണ്ണപ്പാളികൾ, അത് ഈ പറയുന്ന 397 ഗ്രാം മാത്രം പൂശിയ 2019 തിരിച്ചു കൊണ്ടുവന്ന ആ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തു വിട്ടത്? അതും രാഖി രാമായണമായിരുന്നുവല്ലോ, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ. അപ്പോൾ അതും എന്തിനു വേണ്ടിയായിരുന്നു? ഇത് കൊണ്ടുപോയി ഈ ലോകം ചുറ്റുന്നതിന് വേണ്ടിയായിരുന്നില്ലേ? അതെ, ആ ലോകം ചുറ്റി ബാംഗ്ലൂർ ബന്ധം നമ്മൾ അന്വേഷിക്കണം. ഈ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിച്ച് അവിടെ നിന്നുണ്ടാക്കിയ കമ്മീഷന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മെമ്പറായ അജികുമാറിന്റെ നാട്ടിൽ വീടുണ്ടാക്കി കൊടുത്തത് തെറ്റൊന്നുമല്ല. ആ നോട്ടീസ് താങ്കൾക്ക് ലഭ്യമായി കാണുമല്ലോ. എന്തേ ആ ഭക്തരുടെ പേരുകൾ പറയുന്നത്? ഈ വീടിന് വേണ്ടി സംഭാവന മുടക്കിയത്
അത് നോക്കേണ്ടതാണ്. ഇൻകം ടാക്സിൽ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി പണം കൊടുത്തത് ഇപ്പൊ ഒരു ഇൻകം ടാക്സിന്റെ ഇയർ അവസാനിച്ചല്ലോ. ഈ 3 ഭക്തന്മാരും ഏതായാലും 2 വീട് വെക്കാൻ 1-2 രൂപയല്ലല്ലോ ആകുന്നത്, ലക്ഷങ്ങളല്ലേ ആയിട്ടുള്ളത്. ആ തുക ഇൻകം ടാക്സിന്റെ കണക്കിൽ വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം. കേരളത്തിലെ ഈ കള്ള കപ്പിത്താന്മാർ നയിക്കുന്ന കപ്പലിലെ പോലീസുകാരും ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഇത് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല, ഇതിന്റെ ചെമ്പ് പുറത്തു വരില്ല. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കള്ള കഥാപാത്രത്തിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടൊരു അന്വേഷണം പോകാൻ പാടില്ല. ഇത് കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി ഈ പ്രശാന്ത് വരെയുള്ള സർവ്വ അംഗങ്ങളും ജയിലിൽ പോയി ശിക്ഷ വാങ്ങണം. ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ റിക്കവറികൾ നടക്കണം, സെർച്ച് നടക്കണം. പറയാൻ എളുപ്പമാണ്. രാഹുൽ, ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം കൂടി. ഞാനും അഡ്വക്കേറ്റ് അനിൽ വിളയിലും 100 ചർച്ചകളിൽ നിന്ന് പരസ്പരം അടികൂടിയിട്ടുണ്ട്. കാലം തീരുന്നത് വരെ വാവർക്കും വെളുത്തയ്ക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തോട് അടികൂടും. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ 2 കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തീർച്ചയായും സെക്യൂരിറ്റി കൊടുക്കണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇല്ലാതാക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാകുന്ന രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് വളരെ സീരിയസ് ആണ്. അതൊരു ചാനൽ ചർച്ചയിൽ ഇരുന്നൊരു പഞ്ച് ഡയലോഗിന് വേണ്ടി പറയുന്നതല്ല. അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ സീരിയസ് ആയ പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കളികളെല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവന്റെ റിസ്ക് വളരെ വലുതാണ്. 2ാമത്തെ പോയിന്റ്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞ ഒരു കാര്യം 100% സത്യമാണ്. ദേവസ്വം എന്ന സംവിധാനത്തിന്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ. 2, ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അഴിമതികൾ വളരെ വലുതാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാര്യം എല്ലാവരെയും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അറിയാം. ആരൊക്കെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടാകുക, കമ്മീഷൻ എടുത്തിട്ടുണ്ടാകുക എനിക്കറിയില്ല. ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഇതിൽ അറസ്റ്റ് ഉണ്ടാകണം, FIR ഉണ്ടാകണമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിശക്തമായ നടപടികൾ ഉണ്ടാകണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസിച്ചാണ് പിന്നെ അവിടെ പോകുന്നത്? അയ്യപ്പന്റെ സ്വത്ത് പോലും എടുക്കുന്ന അതിന്റെ വേദന. ഞാൻ ഈ പല ചർച്ചയിലിരിക്കുമ്പോൾ ആൾക്കാർ അയ്യപ്പനോട് ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കത് ചോദിക്കാൻ പറ്റാത്തത് മനസ്സിൽ വിഷമമുള്ളതുകൊണ്ടാണ്. കാര്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. അയ്യപ്പനെ വെച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം. ആളുടെ പേര് പറയുന്നില്ല, പക്ഷേ അവിടെ കട്ടവന്മാർ വെള്ളം കുടിക്കുകയല്ല, കട്ടവന്മാർ ജയിലിൽ തന്നെ പോകണം. അതിന് സ്ട്രോങ് ആയ നടപടി വേണം. അത് ഇടതുപക്ഷ സർക്കാരല്ല, ഏത് സർക്കാർ എന്നാലും അവരുടെ സ്വന്തം ആൾക്കാരെ ജയിലിലിടൂ. അവരുടെ പാർട്ടികൾക്ക് തീരാ കളങ്കമല്ലേ. ഹൈക്കോടതി ഇടപെട്ട് ഒന്നെങ്കിൽ CBI അന്വേഷണം അല്ലെങ്കിൽ ഹൈക്കോർട്ട് മോണിറ്റേർഡ് പ്രോബ് ആ രീതിയിൽ തേർഡ് പാർട്ടി ഏജൻസി കൊണ്ടുവന്ന് തന്നെ അന്വേഷിക്കണം. ഇതിന്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. കാര്യം അറസ്റ്റ് ചെയ്തില്ലെങ്കിലേ പിന്നെ ഞങ്ങളോ അല്ലെങ്കിൽ ഈ വിശ്വാസികളൊക്കെ നിലനിൽക്കുന്ന എന്തിനാ? കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെ എടുത്ത് അമ്മാനമാടി അവിടെ നിന്നൊരു സാധനം മോട്ടിച്ചോണ്ട് പോവാൻ ദേവസ്വം ബോർഡിന് പറ്റുമെങ്കിൽ പിന്നെ എന്ത് വിശ്വാസ്യതയാണ് ഏത് അമ്പലങ്ങൾക്കുള്ളത്? 1250 അമ്പലങ്ങളുണ്ട്. ഈ ശബരിമല സീസൺ കാരണമാണ് നാട്ടിലെ ബാക്കി അമ്പലങ്ങൾ നിലനിൽക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിൽ കളവ് നടന്നു എന്ന് പണ്ട് പറയുന്ന പോലെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ വീട്ടിൽ കളവ് നടന്നു എന്ന് പറയുന്നത് പോലെ, ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദ്വാരപാലകർ, കണ്ണിൽ കാണാവുന്ന ദ്വാരപാലകരെ മോട്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഒറ്റ റിക്വസ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ ഈ തട്ടിപ്പെന്ന വാക്കിനൊപ്പം മോഷണം, കളവ് തുടങ്ങിയ വാക്കുകളും കൂടി ഉപയോഗിക്കണം. ശരിയാണ്, മോശം തന്നെയാണ്, കളവ് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന പോലെയുള്ള അന്വേഷണമേ ഉള്ളൂ രാഹുൽ. അതാണ് ഇതിൽ ഒട്ടും ആത്മാർത്ഥത തോന്നാത്തത്. കാരണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ചെമ്പുപാളികളാണെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്നെയുണ്ട് ചെമ്പുപാളികൾ എന്ന്. പിന്നെ എവിടെ പോയി ഈ സ്വർണ്ണപ്പാളികൾ തപ്പും? ഈ 5 കിലോയുടെ അത് എത്ര ഭാരമാണെന്ന് പോലും ആർക്കും അറിയില്ല. രാഹുലെ 98, 99 കാലഘട്ടത്തിൽ ഈ ദ്വാരപാലകരെ ആവരണം ചെയ്തിരിക്കുന്ന കവചത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായിട്ട് ആർക്കും അറിയില്ലെന്നേ. കറക്റ്റ്. 2 കാര്യങ്ങളാണ്. ദേവസ്വം വിജിലൻസിന് മൊഴി കിട്ടിയതായി പറയപ്പെടുന്ന ഒരു 800 ഗ്രാമിന്റെ കണക്ക് പറയപ്പെടുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. സെന്തിൽനാഥൻജി 4.5 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം എന്ന് പറയുന്നു. സ്വർണ്ണമല്ല അവിടുത്തെ പ്രശ്നം, അയ്യപ്പന്റെ പ്രോപ്പർട്ടിയാണ്. അത് 400 ഗ്രാം ആകട്ടെ, 800 ഗ്രാം ആകട്ടെ, 5 കിലോഗ്രാം ആകട്ടെ, 4.5 കിലോഗ്രാം ആകട്ടെ, സ്വർണ്ണമല്ല, അയ്യപ്പന്റെ പ്രോപ്പർട്ടി അടിച്ചുകൊണ്ട് പോയി. അതിന് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ടെന്നുള്ളതല്ല പ്രശ്നം. ദൈവത്തിന്റെ, അയ്യപ്പന്റെ കോടിക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസ കേന്ദ്രത്തിൽ നിന്ന് നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ അവിടുത്തെ ആൾക്കാർ സാധനം അടിച്ചുകൊണ്ട് പോയി. അതിനെ നമുക്ക് തടയാൻ കഴിയണം. അവിടെയാണെങ്കിൽ രജി സാറിനോടുള്ള റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, പാർട്ടിക്ക് അതീതമായി കമ്മ്യൂണിസ്റ്റ് ആകാം, കോൺഗ്രസ് ആകാം, BJP ആകാം, ബാക്കി എല്ലാവർക്കും കൾപ്പബിലിറ്റി ഇല്ലല്ലോ, ഉത്തരവാദിത്വം ഇല്ലല്ലോ. അവരവരുടെ പാർട്ടികളിൽ അങ്ങനെ കള്ളം ചെയ്യുന്നവരെ തള്ളി പറയാൻ കഴിയണം, അവരെ ജയിലിലേക്ക് വിടാൻ കഴിയണം. ആ രീതി മുമ്പോട്ട് വരണം. സുധാകർ സാറിന് എന്തുകൊണ്ടാണ് എത്ര സ്ട്രോങ് ആയി സംസാരിക്കാൻ കഴിയുന്നത്? കാര്യം പുള്ളി നീറ്റായിരുന്നു, പുള്ളി അവിടെ ക്ലീനപ്പ് ചെയ്യാൻ വന്നു. ഒരുപക്ഷെ പ്രയാർ സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കുമ്മനം ചേട്ടന് ഏതെങ്കിലും ഭക്തരുടെ സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്ന, അവർക്ക് ഇതിനോട് ആത്മാർത്ഥ
സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഭക്തി വിറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കി, നമ്മുടെ വിശ്വാസം വിറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കി. അയ്യപ്പനെ വിറ്റു എന്ന് എനിക്ക് പറയാൻ മടിയുണ്ട്, പക്ഷെ അയ്യപ്പന്റെ സാധനങ്ങൾ വിറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കി. അത് വളരെ സീരിയസ് ആയ ക്രിമിനൽ ഒഫൻസ് ആണ്. ആചാര നിഷേധമാണ്, വിശ്വാസ ലംഘനമാണ്, അതൊക്കെ സെക്കൻഡറി ആണ്. ക്രിമിനൽ ഒഫൻസ് ഒരു അമ്പലത്തിൽ നടന്നു. പണ്ട് അദ്വൈത സിനിമയില് അദ്വൈത സിനിമയെ കാണിക്കുന്നത് പോലെ അദ്വൈത സിനിമയിൽ വളരെ മനോഹരമായിട്ട് മോഹൻലാലിന്റെ ക്യാരക്ടറും മറ്റു കാര്യം ഞാൻ പറയുന്നില്ല, ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ അദ്വൈത സിനിമയെ സംഭവിച്ച പോലത്തെ സംഭവങ്ങളാണ് പലപ്പോഴും നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യണം. ശരി, ശ്രീ റെജി ലൂക്കോസ്, പക്ഷേ സ്വന്തം പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ എന്തായാലും സർക്കാർ ശ്രമിക്കുകയില്ല, അതിന് തുനിയുകയുമില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്, അത് തീരാ കളങ്കമായി മാറും. അതുകൊണ്ട് ആ പ്രതീക്ഷയുമില്ല. CPI-കാരെ നിങ്ങൾ മോഷ്ടാക്കളാണ് മുദ്ര കുത്തിയോ, നിങ്ങൾ വിധി ഏൽപ്പിച്ചോ? അതെന്തൊരു ന്യായമാണത്? ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അതല്ലാതെ വേറെ എങ്ങോട്ടാണ് പോകുന്നത്? വേറെ ആരെ പറയും? നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറയാമായിരുന്നു. ഞാൻ പറയുമ്പോ മാത്രം ഇങ്ങനെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യാതെ ഞാൻ അറ്റാക്ക് ചെയ്യില്ല. ഒരു കാര്യം, ഈ 19 തൊട്ടുള്ള കാലയളവിൽ പിന്നെ ആരാണ് 19 തൊട്ട് നമ്മൾ നോക്കിയാൽ മതി. വേറെ അല്ല അഡ്വക്കേറ്റ്, അല്ല ഞാൻ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരിക്കുമല്ലോ, എനിക്ക് ഇതിനകത്ത് ഉറച്ച നിലപാടുള്ള ആളാണ്. കഴിഞ്ഞ ചർച്ചകളിലെല്ലാം ഞാൻ ആ നിലപാട് എടുത്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് നമ്മളൊന്നും ചിരിക്കാത്തത് അത് രാവിലിനോട് ചോദിച്ചറിയാം. കാരണം മോഷണം കളവ് എന്നൊക്കെ പറഞ്ഞതിനുള്ളത് 1% പോലും അത് എവിടെ നിന്നായാലും യോജിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്നും ശീലിക്കാതെ ജീവിച്ചോളൂ, നമുക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ അങ്ങ് പറഞ്ഞു ഈ പറയുന്ന ഉണ്ണികൃഷ്ണന് ട്യൂഷൻ കൊടുക്കുമെന്ന്. തെറ്റാ. അവിടെ എല്ലാം CCTV റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയോ, ഞാനത് അന്വേഷിച്ചിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് ആ വക നാടകങ്ങളൊന്നും ആര് ചോദ്യം ചെയ്താലും നടക്കുകയില്ല. അതൊന്നും ആ രീതിയിൽ ആവർത്തിച്ച് ആരോപിക്കുകയും ചെയ്യും. ഒരു കാര്യം ശ്രീ റെജി ലൂക്കോസ് ഇടപെടുകയല്ല, ഉത്തരം തരണം. ഈ CCTV-യുടെ മറവിൽ നിന്നും മാറ്റി നിർത്തി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ ഇടിക്കുന്നതിന്റെ 100 വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ എല്ലാ മുറിയിലും ഒന്നും ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ CCTV ഉണ്ടാകില്ല, മാറ്റി നിർത്തിയൊക്കെ പഠിപ്പിക്കാം. അങ്ങനെ താങ്കൾ പറയരുത്. CCTV ഒക്കെ ഹൈക്കോടതി കാണിക്കാം, അല്ലാതെ ഇതൊക്കെ തട്ടിപ്പ് തന്നെയാണ്. ദേവസ്വം ബോർഡല്ല, എല്ലായിടങ്ങളിലും ഈ പറയുന്ന ശബരിമലയെ പോലും CCTV ദൃശ്യങ്ങളുണ്ട്. ശബരിമല ആ CCTV-കളെ പോലും കണ്ണടപ്പിച്ചായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുക 2019. ഞാനൊന്ന് പൂർത്തിരിക്കട്ടെ. അല്ല നമ്മുടെ ADGP അവിടെ ഒരു ട്രാക്ടറിൽ പോയത് എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ? അത് CCTV-യിലൂടെ, അതും പമ്പയിൽ നിന്ന് പോകുന്ന വഴിക്ക്. അതുകൊണ്ട് CCTV ഇല്ലാതൊന്നും ബാധിക്കരുത്. CCTV-യിലൂടെ എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതല്ലാതെ അത് കോടതി സംഭവിക്കും. നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ബെഞ്ച് തന്നെയുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള. അത് സംഭവിക്കും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും പുറത്തു വന്നത്. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ സ്പെഷ്യൽ കമ്മീഷണറെ അഭിനന്ദിക്കണം. അദ്ദേഹം പോയി ഹൈക്കോടതിയെ അറിയിച്ചു. അല്ല, കാലങ്ങളായിട്ട് കേരളത്തിൽ മറ്റു പലരും നടത്തുന്ന തട്ടിപ്പുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ LDF-നെയും CPM-നെയും ഇപ്പൊ നിങ്ങളിവിടെ കുറ്റവിചാരണ നടത്തി. നേരത്തെ MP ജയരാജൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളിവിടെ വ്യാഖ്യാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ കാലത്ത് നടന്നുകൂടായില്ല? നിങ്ങൾ എന്തിനാ ഒരു വൺ സൈഡ് ആയിട്ട് നിങ്ങൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇവിടെ ചരിത്രം തന്നെയല്ലേ. സാക്ഷാൽ VD സതീശൻ പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് തീവെട്ടി കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്, കൊള്ള സർക്കാരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, അവർ തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ന്യായീകരണമായിട്ടൊന്നും സർക്കാരിനെ കരുതേക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഒന്നുകൂടെ പറയാം, ശബരിമലയെ പുനരുദ്ധാരണമല്ല, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് 1663 കോടി രൂപയുടെ ഒരു പദ്ധതി സർക്കാർ അംഗീകരിച്ചു. അത് 700 കോടി രൂപ ഇപ്പം അവരുടെ പദ്ധതികൾ നടപ്പാക്കാൻ പോവാ. അങ്ങനെ ഒരു സർക്കാരിനെ നിങ്ങൾ ഇങ്ങനെ ഏതോ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടതിന്റെ പേരിൽ ഒരു ഗവൺമെന്റിനെ ഇങ്ങനെ കാലടച്ച് വിമർശിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏത് പദ്ധതിയാണ് എനിക്ക് മനസ്സിലായില്ല. ഏത് പദ്ധതി നടപ്പിലാക്കാനാണ്? അത് ഈ വാചകപടി മാത്രമല്ലേ ഉള്ളൂ, വാചകടി മാത്രം. അയ്യപ്പ സംഗമത്തിൽ എന്തോ വലിയ കാര്യം, എന്തോ വലിയ മലമറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു അയ്യപ്പ സംഗമത്തിൽ? അല്ല, അയ്യപ്പ സംഘം എന്നുള്ള വലിയ വിജയമല്ല. അയ്യപ്പ സംഘം വിജയിച്ചുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. ഈ പറയുന്ന സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയത് അയ്യപ്പ സംഘം വിജയിച്ചുകൊണ്ടാ. ആ വിജയിച്ചതുകൊണ്ടാണല്ലോ ഇവിടുത്തെ സമുദായങ്ങളും ഇവിടുത്തെ NSS, SNDP ഉൾപ്പെടെയുള്ള മുഴുവൻ കേരളത്തിലെ അയ്യപ്പ സംഗമം വിജയിച്ചത് കൊണ്ടാണ് ഈ മോഷണം പുറത്തു വന്നത് എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു കാര്യം മാത്രം, ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് ആ ശില്പപാളികൾ അഴിച്ചുകൊണ്ടുപോയ കാര്യം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ വന്നിരുന്നു. അത് സൗകര്യപൂർവ്വം ആ സമയത്ത് ചർച്ചയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. സാറിന്റെ സമയമാണെന്ന് എനിക്കറിയാം. ഒരു വരി അത് റെജി സാറും കൂടെ ശ്രദ്ധിക്കാനാണ്. സാർ, ഇന്ന് 3 കോടി രൂപ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി
എടുത്തു എന്ന് ചില മാധ്യമങ്ങളിൽ വാർത്തകളടക്കം വന്നിട്ടുണ്ട്. ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത് എല്ലാ സ്പോൺസറുടെ കാശാണ്, 1 രൂപ പോലും എടുക്കില്ലെന്നാണ്. 3 കോടി രൂപ എടുത്തു, 5 കോടി വക മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും സ്പോൺസറുടെ കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാന്നാ പറഞ്ഞിരുന്നത്. മന്ത്രി വാസവൻ സാർ അടക്കം ഉറപ്പ് വന്നിരുന്നത് 1 രൂപ പോലും എടുക്കില്ല, എല്ലാ സ്പോൺസർമാരുടെ കാശായിരിക്കും എന്നാ. ഇന്ന് നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർ ഒരു പ്രമുഖ ചാനലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട് 3 കോടി രൂപ താൽക്കാലിക അറേഞ്ച്മെന്റായി എടുത്തു. അതിന് ഈ 45 ദിവസത്തിന് തിരിച്ചു കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷേ ആ ദേവസ്വം ബോർഡ് മെമ്പറുടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെമ്പർ ഒരു ടെലി ഞാൻ സ്വാഭാവികമല്ലേ, അതിനകത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് സ്പോൺസേഴ്സിന്റെ പൈസ കിട്ടുമ്പോൾ അത് അതേപോലെ തിരിച്ചിട്ട് അതർ ഫണ്ട് ഇത് കൊടുത്തതാണെന്ന് പറയണേ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോട്ടലുകളിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ സംശയിക്കേണ്ട. കാരണം അതെല്ലാം വളരെ ട്രാൻസ്പെറന്റ്. അതൊന്നും ഒരു ആരോപണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഏത് അഴിമതിയായിട്ടൊക്കെ ചാർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാം ട്രാൻസ്പെറന്റ് ആയിരുന്നുവല്ലോ, എല്ലാം സുതാര്യമായിരുന്നുവല്ലോ. താങ്കൾ പറഞ്ഞു അയ്യപ്പ സംഗമം വിജയിച്ചതുകൊണ്ടാണ് ഇതെല്ലാം വന്നതെന്ന്. അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് തന്നെ സെപ്റ്റംബർ 7-ാം തീയതി തന്നെ ഈ വിവരം ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ആദ്യ ഉത്തരവ് സെപ്റ്റംബർ 7-ാം തീയതി ആയിരുന്നു. ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികൾ എന്തിനാണ് ചെന്നൈക്ക് രാഖിരാമാനം കൊണ്ടുപോയത് എന്ന് തിരിച്ചെത്തിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷെ അതങ്ങോട്ട് ചർച്ചയായില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ അയ്യപ്പ സംഗമത്തിനിടയ്ക്ക്. അത്രേ ഉള്ളൂ. അല്ല, അത് കോടതിയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അതിന് അഫിഡവിറ്റ് കൊടുത്തല്ലോ. മദ്രാസിലേക്ക് പോയിരിക്കുകയാണ്, വിതിൻ 2 days വരും എന്ന് പറഞ്ഞു. വന്ന ഉടനെ ബഹുമാനപ്പെട്ട കോടതിയിൽ അതുകൊണ്ട് അതിന്റെ തെളിവ് കൊടുക്കുകയും ചെയ്തു. അതല്ല വിഷയം. ഇവിടുത്തെ പ്രശ്നം നമ്മൾ 4 പേര് യോജിക്കുന്ന ഒരു കാര്യം എന്താ, അവിടെ കൃത്രിമത്വം നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം, അവരെ ജയിലിൽ അടയ്ക്കണം. അതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. ഒരു അണുവിട അതിനകത്ത് പുറകോട്ട് പോകത്തില്ല. ഞാൻ അതിനകത്ത് രാഷ്ട്രീയം നോക്കുന്നത് എനിക്കൊന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നവരത് എന്റെ പൂർണ്ണ വിശ്വാസം. ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നാൽ മതിയായിരുന്നു. ആഗ്രഹമുണ്ട്, പക്ഷെ നടത്തിക്കണം, അത്രേ ഉള്ളൂ. അത് നടത്തിക്കുന്നവർ നിങ്ങൾക്ക് തർക്കിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം പേരിക്കേണ്ട. അങ്ങനെ ഒരു മോഷണം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവര് ജയിലിലായിരിക്കും. ആ കാര്യത്തിൽ ഇതിനു മുമ്പുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് എടുത്ത നടപടികൾ പലരെ കുറിച്ചും മുൻകാല സർക്കാരുകൾ നടത്തിയ തട്ടിപ്പുകളെ പോലും പിടിച്ചുകൊണ്ടുവന്നൊരു ഗവൺമെന്റ്, അതൊന്നും അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വാചകടിച്ച് വാദഗതികൾ ഉയർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കേണ്ട. ഈ ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി അനിൽ, അങ്ങനെ അയ്യപ്പ സംഗമവുമായി ഇതിന് ബന്ധമുണ്ടോ? അയ്യപ്പ സംഗമം വിജയിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതും സർക്കാരിനെതിരെ ആരോപണം വന്നതെന്നും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കരുത് ദയവായിട്ട്. എന്താണ് ഉദ്ദേശിച്ചത് അതിൽ? അല്ല, അതിലേക്ക് ഞാൻ പറയാം. മഞ്ജുഷൻ എന്ത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് പീഡനം തട്ടിക്കൊണ്ട് പോയവൻ തന്നെ പരാതി കൊടുത്ത് ആ പരാതി കൊടുത്തതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി ഉണ്ടെന്നും ഒരു ദുരൂഹതയുണ്ടെന്നും അന്നു മുതലാണ് ആ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ ഉണ്ടായെന്നാ ഞാൻ പറഞ്ഞത്. അത് ഈ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ് കേൾക്കാത്തോണ്ടാണ്. ശരി, പീഠം എന്ന് പറയുമ്പോൾ ഈ കവചത്തിനൊപ്പം തന്നെ ഈ പീഠം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അതും 2 സെറ്റ് ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴുണ്ട്. അതിലും നേരത്തെ സ്വർണ്ണ ആഭരണം 98-ൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ പീഠത്തിന്റെ കാര്യം പറഞ്ഞ് കുറെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലേ അനിൽ? തീർച്ചയായിട്ടും ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ ഒരു വിശദീകരണം തന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആദ്യം സത്യം തന്നെയാണ് പുറത്തു വന്നത്. ശബരിമലയിലെ പമ്പയിൽ നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമം വിജയിച്ചത് കൊണ്ടാണ് ഇത് പുറത്തു വന്നതെന്നാ പറഞ്ഞേ. എന്തൊരു ന്യായമാണ്, എന്തൊരു മണ്ടത്തരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വിജയിച്ചില്ലല്ലോ, അത് പൂർണ്ണമായും പരാജയമായിരുന്നുകൊണ്ടാണല്ലോ അദ്ദേഹം തനത് ഫണ്ടിൽ നിന്ന്, സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് ആ പൈസ എടുത്ത് വിനിയോഗിച്ചതെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തനത് ഫണ്ടും സർപ്ലസ് ഫണ്ടും രണ്ടാണ്. ആ സ്പോൺസർഷിപ്പിന് വേണ്ടി ഏത് മന്ത്രിയാ ചുമതലപ്പെടുത്തിയിരുന്നത്? ശ്രീ ഗണേഷ് കുമാർ ആയിരുന്നു സ്പോൺസർഷിപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി. അദ്ദേഹത്തിന് ഒരു സ്പോൺസറെയെങ്കിലും കൃത്യസമയത്ത് അയ്യപ്പ ഭഗവാന് വേണ്ടി കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത്രയും പണം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ ശബരിമലയിലെ പമ്പയിൽ നടന്നിട്ടുള്ള ഈ അയ്യപ്പ സംഗമം എന്ന് താങ്കൾ വിളിക്കുന്ന തട്ടിപ്പ് സംഗമം ഭൂലോക ഉഡായിപ്പായിരുന്നു. ഒരു വ്യക്തിക്ക് 1.5 ലക്ഷം രൂപ വേണ്ടി മുടക്കി ഇവരെ പഞ്ചനക്ഷത്ര ഒന്നുമല്ല റിസോർട്ടുകളിലും ഹോട്ടലുകളിലും താമസിപ്പിച്ച് 2-3 പ്രധാനപ്പെട്ട അപ്രധാനപ്പെട്ട 2-3 സിനിമാ നടന്മാരെ മുമ്പിൽ കൊണ്ടിരുത്തി അതിനകത്ത് വന്ന ഒരു വളരെ പ്രശസ്തനായ 5 പ്രമുഖരായിട്ടുള്ള വ്യവസായികളുടെ പേരുകൾ താങ്കൾക്കൊന്ന് പറയാൻ സാധിക്കുമോ ശ്രീ റെജി ലൂക്കോസ്? ഒരിക്കലും സാധിക്കത്തില്ല. താങ്കൾക്ക് സാധിക്കും. വ്യവസായികളുടെ സംഗമമല്ലായിരുന്നല്ലോ, ആര് പറഞ്ഞു? അയ്യപ്പ ഭക്തന്മാരാണെങ്കിൽ ഈ വരുന്ന ഒരു സ്പോൺസർ അല്ലല്ല, അയ്യപ്പ ഭക്ത സംഗമം എന്ന വാക്ക്
അല്ലല്ല, താങ്കൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത്. പിന്നെ എന്തിനാണ് ശബരിമലയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പോൺസർമാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സംഗമം, ശബരിമലയ്ക്ക് ആഗോള പ്രശസ്തി ഉണ്ടാക്കാനുള്ള സംഗമം എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചത്? അപ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ശബരിമലയിലേക്ക് എന്തിനാണ് വെറുതെ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചെടുത്തിയ? എല്ലാ മാസവും മലയ്ക്ക് പോകുന്ന എന്നെയോ അല്ലെ അതുപോലുള്ള പലരെയും വിളിച്ചില്ലല്ലോ. എന്തുകൊണ്ട്? കാരണം ഒരൊറ്റ പണം ശബരിമലയിലെ ഭക്തന്മാരെ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. താങ്കൾ ഇത് പറയൂ, താങ്കൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, അത് പോട്ടെ, ബഹിഷ്കരണമൊക്കെ പോട്ടെ. സാധാരണ ഭക്തന്മാർ ഇത് കേൾക്കൂ, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. സാധാരണ ഭക്തന്മാരുണ്ട്, ശബരിമലയിലേക്ക് പണം മുടക്കി അവിടുത്തെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഭക്തന്മാരുണ്ട്. അത്തരത്തിലുള്ള ഭക്തന്മാരെ ആണോ ഈ 1.5 ലക്ഷം രൂപ മുടക്കി റിസോർട്ടിൽ താമസിപ്പിച്ച്, അതോ സാധാരണ ഭക്തജനങ്ങളെയാണോ? ഒരിക്കലുമല്ല. അന്നേരം ഇതിന്റെ പിന്നിൽ സ്പോൺസർമാരെ സംഘടിപ്പിക്കാൻ മന്ത്രി എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ വന്നപ്പോൾ സ്പോൺസറായിട്ടുള്ള വ്യക്തികളോട് അവിടെ വരണമല്ലോ. അതുകൊണ്ടാണല്ലോ അവർക്ക് ദർശനം അനുവദിച്ചത്. ഒറ്റ പണമുള്ള ഒറ്റ വ്യക്തി പോലും അവിടെ വന്നില്ല. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമം പൂർണ്ണമായും പരാജയപ്പെട്ടത്. നിങ്ങൾക്ക് പണക്കാരെ മാത്രമേ ഇഷ്ടപ്പെടുത്തുള്ളൂ. അത് പിണറായിയുടെ നയമാണ്. പിണറായിയുടെയും പത്മകുമാറിന്റെയും നയമാണ്. താങ്കൾ ആവശ്യമില്ലാതെ പറയില്ല. നയാ പൈസ ശബരിമലയിലേക്ക് ഈ അയ്യപ്പ സംഗമത്തിൽ താങ്കൾ വിളിച്ചതിന്റെ മറവിൽ വന്നിട്ടുണ്ടോ? വരത്തുമില്ല. തനത് ഫണ്ടിൽ നിന്നല്ല, സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് 3 കോടി രൂപ മുടക്കിയിരിക്കുന്നത്. അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ചെല്ലാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇക്കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുമെന്നുള്ളത് 100%. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും അതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കാരണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുൻപാകെ പുതിയ വിവരങ്ങൾ കൂടി വരാൻ പോവുകയാണ്. അവിടെ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് ആവശ്യപ്പെടും എന്നുള്ള കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. തന്റെ ഭരണകാലം ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാകട്ടെ എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്താണ് ഹൈക്കോടതിയിൽ അറിയിക്കാൻ പോകുന്നത് എന്നതും നിർണായകമാവുകയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇനിയുള്ള ഇടപെടലും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തട്ടിപ്പ് തെളിയുമോ എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. തെളിയുമെന്ന് 56% പ്രേക്ഷകർ വിശ്വസിക്കുന്നു. തെളിയില്ല എന്ന് 40%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.